ഗ്രാമർ പോർഷൻ ആയിരുന്നു. അതിൽ നമ്മൾ പ്രത്യയങ്ങൾ പരിചയപ്പെട്ടു. അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യയങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിചയപ്പെട്ടു. അതിൽ എന്തൊക്കെയായിരുന്നു പ്രത്യയങ്ങളായിട്ട് പറഞ്ഞിരുന്നത്? ക, കി, കെ ന്റെ അർത്ഥം ഇന്റെ, യുടെ, യുള്ളാലെ എന്നുള്ള മീനിങ്. അതുപോലെ തന്നെ മേ, ഇൽ, പർ എന്ന് പറയുന്നത് ഇല്ല് തന്നെയാണ് അർത്ഥം. അതുപോലെ തന്നെ സേ, ഇൽ നിന്ന്, തക്ക് എന്ന് പറയുന്നത് വരെ എന്നുള്ള മീനിങ് വരുന്നതാണ്. അത്തരത്തിൽ നമ്മൾ കുറച്ച് പ്രത്യയങ്ങൾ പഠിച്ചു. അതോടൊപ്പം തന്നെ വേറെന്താ പഠിച്ചത്? കുറച്ച് അർത്ഥങ്ങൾ പഠിപ്പിച്ചു തന്നു. അതായത് അവൻ എങ്ങനെ എന്തൊക്കെ ഉപയോഗിക്കാം, അവൾ എന്നുള്ളതിന് എന്തൊക്കെ ഉപയോഗിക്കാം, അത് എന്നുള്ളതിന് എങ്ങനെ ഉപയോഗിക്കാം, ആ എന്നുള്ള വസ്തു, ആ വസ്തു എന്താണ് എങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ എന്നുള്ള പ്രയോഗം എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അത്തരത്തില് അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തരുന്നു. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഉദാഹരണമായിട്ട് ഒരു സെന്റൻസ് എഴുതുന്നതാണ്. അവന്റെ പേന എന്ന് എഴുതുന്ന സമയത്ത്, അവന്റെ പേന എന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് അവൻ എന്നതിന് രണ്ട് അർത്ഥമുണ്ട്. എന്താണ്? വഹ് എന്നുണ്ട്, അതുപോലെ തന്നെ ഉസ് എന്നും അർത്ഥമുണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടെ ഇന്റെ പ്രത്യയങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാ, കി, കെ. കാ, കി, കെ ഇത് മൂന്നും പ്രത്യയങ്ങളാണ്. ഈ പ്രത്യയങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇതിൽ വഹ് ഉണ്ട്, ഉസ്സുണ്ട്. രണ്ടിന്റെ അർത്ഥം അവൻ, അവൾ, അത്, ആ എന്നാണ്. ഇതിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഉസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും? ഉസ്. അതുപോലെ തന്നെ ഇന്റെ പേന എന്ന് പറയുന്നത്, പേന എന്ന് പറയേണ്ട ഹിന്ദി കലം എന്നാണ് അർത്ഥം. കലം നോക്ക, കലം ഉച്ചാരണത്തിൽ അവസാനിക്കുന്നത് ഇൽ എന്നുള്ള ഉച്ചാരണത്തിലാണ്. അത് എന്നുള്ള ഉച്ചാരണത്തിലാണ്. അങ്ങനെ ആ എന്നീ ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ നമ്മൾ എന്താണ് പറഞ്ഞത്? പുല്ലിംഗമായിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പുല്ലിംഗം വരാണെങ്കിൽ ഇതിൽ ക, കി, കെ ഏതാ യൂസ് ചെയ്യുക? ക എന്നാണ് യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞിരുന്നു അവസാനം ആ എന്നീ ഉച്ചാരണത്തിൽ അവസാനിക്കുന്നതാണ് പുല്ലിംഗം എന്നാണ്. ഇതിൽ ക എന്നുള്ളത് ആ എന്ന ഉച്ചാരണത്തിൽ അവസാനിച്ചത്. അതുകൊണ്ട് ഉസ് എന്നുള്ളിടത്ത് ക എന്നിട. അവന്റെ എന്ന് മീനിങ് വരുന്ന സ്ഥലത്ത് അവൻ പ്ലസ് ഇന്റെ, അതാണ് അവന്റെ. അവൻ എന്നുള്ളതിന് നമ്മൾ ഉസ് എന്ന് ഉപയോഗിച്ചു. ഇന്ത്യ എന്നുള്ളതിന് കാക്കിക്കയില് കാ യൂസ് ചെയ്തു. കാരണം കാ പുല്ലിംഗമാണ്. അപ്പൊ ഉസ്ക. പേന എന്ന് പറയുമ്പോൾ കലം. സിമ്പിൾ സെന്റൻസ് ആണ്. ഇങ്ങനെ അവന്റെ പേനയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? അവന്റെ പേനയിൽ. അങ്ങനെ കാണുമ്പോ പേനയിൽ ഉണ്ടായിരുന്നു. അവന്റെ പേനയിൽ ഉണ്ടായിരുന്നു. അവന്റെ പേന വരെ നമ്മൾ എഴുതി. അതിനുശേഷം എന്ത് ചെയ്യാ? ഇൽ. ഇൽ നിന്നുള്ള വാക്ക് എന്താ പറഞ്ഞത്? മേയുണ്ട്. ഇല്ലിന് മേയുണ്ട്. അതുപോലെ തന്നെ പർ എന്ന് മീനിങ് വരുന്നുണ്ട്. മേയും പറും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുന്നു? മേ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഉള്ളില്, പർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മുകളില്. അവന്റെ പേനയിൽ നിന്നാണ് പേനയുടെ ഉള്ളിലുണ്ടാവുക. അതിപ്പോ എന്താ വരാ? മേ വരും. പേനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒറ്റ വാക്ക് നമ്മൾ പഠിച്ചിരുന്നു. ഹാ, തീ, ഥേ. ഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടായിരുന്നു എന്നാണ്. ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നാണ്. ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നാണ്. ഥേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആയിരുന്നു, ഉണ്ടായിരുന്നു. ഹാ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഹാ പുല്ലിംഗം വരുമ്പോൾ, ഥി സ്ത്രീലിംഗം വരുമ്പോൾ, ഹേ എന്ന് വരുന്നത് ബഹുവചനം വരുമ്പോൾ. അപ്പൊ ഇവിടെ പേന എന്ന് പറഞ്ഞത് പുല്ലിംഗാണ്. ഒറ്റ ഒന്നുള്ളൂ. പേനയിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് വരും ഇവിടെ? ഹാ എന്നുള്ള വരും. ഓക്കെ. അപ്പൊ ഉസ്ക കലമേ ഥ, അവന്റെ പേനയിൽ ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് വരും. അപ്പോ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് കിടക്കാം. ഇത് ക്ലിയർ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ അത് ഒരു ഉദാഹരണം കൂടി ജസ്റ്റ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാഗിലുണ്ട് എന്നുള്ള ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാല് ആദ്യം നോക്കാം. അദ്ദേഹം എന്നുള്ള വേർഡ് ആദ്യം എടുക്കാം. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ടർത്ഥമുണ്ട്. വേന്നുണ്ട്, അതുപോലെ തന്നെ ഉൻ എന്നുള്ള അർത്ഥം വരുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഇതിൽ പ്രത്യയം ഇന്ത്യ എന്നുള്ളത് കൂടി ചേർന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വേ അല്ല ഉൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യും? ഉൻ എന്നുള്ള വാക്ക് എഴുതാം. അദ്ദേഹത്തിന്റെ, അദ്ദേഹം എന്ന് പറഞ്ഞത് ബഹുവചനാണ്.
അതായത് ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ്. നമ്മൾ പറഞ്ഞു അവർ, അദ്ദേഹം. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കാക്കിക്കയില് ബഹുമാന സൂചകമായിട്ടുള്ള കെ യൂസ് ചെയ്യണം. കെ യൂസ് ചെയ്തു. അദ്ദേഹത്തിന്റെ എന്നല്ല. ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് തന്നെ ചെയ്ത സാധനം. ബാഗിൽ എന്ന് പറഞ്ഞപ്പോ മേ ഉണ്ട്, പറുണ്ട്. പക്ഷെ ബാഗിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ? നമ്മൾ മേ യൂസ് ചെയ്യാം. ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഉണ്ട് എന്നാണ് ഇവിടെ. ഉണ്ട് എന്നല്ല എന്തൊക്കെ അർത്ഥങ്ങളുണ്ട്? ഹേ ഉണ്ട്, ഹുമ്മുണ്ട്, ഹോ ഉണ്ട്. 3 വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹേ ഉണ്ട്, ഹുമ്മുണ്ട്, ഹോ ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? മേ വെച്ച് സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ ഹുമ്മ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ തും വെച്ച് സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ ഹോ ചെയ്യാം. ഇതിൽ മേലും തുടങ്ങിയിട്ടില്ല, ഹുമ്മിലും തുടങ്ങിയിട്ടില്ല. ഇതിൽ രണ്ടിലും തുടങ്ങാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹേ യൂസ് ചെയ്യുക. ഹേ. അപ്പൊ എന്തായി? വേ എന്നുള്ളതിന്റെ ഉൻകെ ബാഗ് മേ കലം ഹേ എന്നുള്ള, അദ്ദേഹത്തിന്റെ ബാഗിൽ പേനയുണ്ട് എന്നുള്ള മീനിങ് വരും. സിമ്പിൾ ആണ്. ഈ ഒരു ഐഡിയാസ്, ഈ ഒരു സിമ്പിൾ സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യം വാക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നുള്ളത് നമ്മൾ കണ്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് പഠിച്ചിരിക്കണം. നമ്മൾ പറഞ്ഞിരുന്നു, വാക്കിന്റെ അവസാനത്തെ ഉച്ചാരണം, അക്ഷരമല്ല ഉച്ചാരണം, ആ എന്നീ ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന വാക്കുകളൊക്കെ എന്തായിരിക്കും? പുല്ലിംഗമായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഈ എന്നുള്ള ഉച്ചാരണം, ഉദാഹരണം ലടുക്കി, ബച്ചി എന്നൊക്കെ ഒക്കെ പറയുന്ന സമയത്ത് ഈല അവസാനിക്കുന്നത് സ്ത്രീലിംഗമായിരിക്കും. അതുപോലെ എ എന്നുള്ള ഉച്ചാരണത്തിൽ യാം, ഓം, ഈ 3 ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന എന്തായിരിക്കും? ബഹുവചനായിരിക്കും എന്ന് പറഞ്ഞു. ഏക്ക് ഉദാഹരണമാണെങ്കിൽ ബച്ചേ. അതുപോലെ തന്നെ യാമിന് ഉദാഹരണമാണെങ്കിൽ ലടുക്കിയാം എന്നുള്ളത് ഇതിന് സ്ത്രീലിംഗത്തിന്റെ ബഹുവചനത്തിന് ഉദാഹരണമാണ്. പെൺകുട്ടികൾ, പെൺകുട്ടിയല്ല പെൺകുട്ടികൾ, യാം ചേർന്നത് കൊണ്ട് ബഹുവചനായി കുട്ടികൾ. അതുപോലെ തന്നെ കുട്ടികൾ, വെറും കുട്ടികൾ. ക്ലാസ്സിലാകുമ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടാവും. അതിൽ കുട്ടികൾ എന്നുള്ള പ്രയോഗം വരുമ്പോൾ ഓം എന്നുള്ള ഉച്ചാരണമാണ്. ഉദാഹരണം ബച്ചോം എന്നുള്ളത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെയുള്ളത് ഈ പ്രത്യയങ്ങൾ കാണാപ്പാഠം അറിഞ്ഞിരിക്കണം. നമ്മൾ കുറച്ച് പ്രത്യയങ്ങൾ എഴുതി തന്നിരുന്നു. കാക്കി, കെ, മേ, പർ, സെ, തക്ക് എന്നൊക്കെ പറയുന്ന പ്രത്യയങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അതിന്റെയൊക്കെ അർത്ഥങ്ങൾ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള സമയത്ത് ഇത് നമ്മൾ ഈ 2 പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സിമ്പിൾ സെന്റൻസ് ആയിട്ട് ഒരു സ്റ്റെപ്പ് കൂടുതൽ, അതായത് അവസാനത്തെ സ്റ്റെപ്പാണിത്. പ്രവർത്തികൾ കൂടി ചേർക്കുന്നത്. പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കുക, ഇരിക്കുക, എഴുതുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഓരോ പ്രവർത്തികളാണ്. ഓക്കെ. ഈ പ്രവർത്തികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതും കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദിയുടെ ഗ്രാമർ പോർഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ. നമ്മൾ അതിലേക്ക് പോവല്ലേ? ആ ഭാഗത്തേക്ക് പോവല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഇത് തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിലും ഒരു നിയമം ശ്രദ്ധിക്കണം. പ്രവർത്തികൾ 2 അക്ഷരമായി ഉള്ളതുണ്ട്, അതുപോലെ തന്നെ 2-ൽ കൂടുതൽ. 2-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ 3 അക്ഷരം 4 അക്ഷരമൊക്കെ വരും. അതിൽ 2 അക്ഷരം നമ്മൾ ഒരു ഗ്രൂപ്പ്, അതിനെ നമ്മൾ മാറ്റേണ്ട രീതി ഒരു നിയമം വെച്ചിട്ടാണ്. 2-ൽ കൂടുതൽ ഉള്ളതിന് മറ്റൊരു നിയമമാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് 2 അക്ഷരം വെച്ചിട്ടുള്ള പ്രവർത്തികളുടെ എങ്ങനെയാണ് നമ്മളത് എഴുതാൻ പറ്റുകയെന്ന്. ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ആന എന്നുള്ളത് ഒന്ന് എഴുതി. പ്രവൃത്തി എന്താണ്? ആന എന്ന് പറഞ്ഞ വരിക എന്നാണ്. അതിന്റെ അർത്ഥം വരിക. അപ്പൊ ഇതിന് നമ്മള് ഭൂതകാലം, കഴിഞ്ഞു പോയ കാലത്തിലേക്ക് മാറ്റണം. അതായത് ആന എന്നുള്ളത് വരിക, കഴിഞ്ഞു പോയ കാലത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായി മാറും? അത് വന്നു എന്നും വരും, അതുപോലെ തന്നെ വന്നിരുന്നു എന്നും വരും. ഇത് ക്ലിയർ ആയോ? ആന എന്നുള്ള ഒരു പ്രവൃത്തിയാണ്. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കാണാപ്പാഠം. ആന, ജാന, ഖാന, പീന, അങ്ങനത്തെ പ്രവൃത്തികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കേണ്ടത്. പിന്നെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ആ ഓരോ പ്രവൃത്തിക്ക് ഓരോ കാലത്തിലേക്ക് മാറ്റിയിടാണ്. അതിലൊന്നില്ല, ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ മതി, നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ആന എന്നുള്ളത് എത്ര അക്ഷരമുണ്ട്? 1, 2. 2 അക്ഷരമാണ് ആന എന്നുള്ള പ്രവൃത്തിക്കുള്ളത്. ഇതിന് നമ്മള് 2 ഇതിലേക്ക് ഭൂതകാലത്തിൽ 2 അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്ന് വന്നു എന്നുണ്ട്, വന്നിരുന്നു എന്നുണ്ട്. വന്നു എന്നതിനെ മാറ്റുന്ന എന്താ ചെയ്യാ? ഈ ന മാറ്റിയിട്ട് ഇവിടെ താ ചേർത്ത് മതി. ഇക്വേഷൻ ആയിട്ട് എഴുതാണെങ്കിൽ ആന മൈനസ് ന
പ്ലസ് യാ ചേർത്ത് കൊടുക്കുക. അപ്പൊ എന്തായി മാറുന്നത്? ആയ. ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് എന്താണ്? വന്നു എന്നാണ് അർത്ഥം വരുന്നത്. സിമ്പിൾ അല്ലേ? എന്ത് ചെയ്യണം? ഈ പ്രവൃത്തി നമ്മൾ എന്തായാലും കാണാപാഠം പഠിച്ചിരിക്കണം. രണ്ടക്ഷരമാണെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ കാണാപാഠം പഠിച്ചിരിക്കണം. ആന, അതിൽ നാ മാറ്റിട്ട് യാ ചേർക്കാം. അപ്പൊ നമ്മൾ എന്താക്കി ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ആന മൈനസ് നാ പ്ലസ് യാ, നാ മാറ്റിട്ട് യാ ചേർക്കാം. അപ്പൊ അവിടെ എന്താണ്? ആയ, വന്നു എന്ന് അർത്ഥം വന്നു. അതിന്റെ കൂടെ നമ്മള് ഥാ തീ തേ ചേർത്ത് കഴിഞ്ഞാൽ, അതായത് ആ വരുന്ന ആള് ഒരാൾ ആണാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഥാ ചേർക്കണം. അപ്പൊ എന്തായിരിക്കും ഇവിടെ? ആയ ഥ എന്നായിരിക്കും അർത്ഥം വരുന്നത്. ഒരു ഥ ചേർത്താൽ മതി. രണ്ടാമത്തെ വന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല, അതിന്റെ അർത്ഥമാണ് പറയുന്നത്. അത് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഒരു ഥ തീ ഥ ഏതെങ്കിലും ഒന്ന് ചേർക്കാം. ആ വരുന്ന ആള് ആണാണെങ്കിൽ ഥ എന്നും, അപ്പൊ ആയ ഥ എന്നാവും. പെണ്ണാണെങ്കിലോ ആ ഈ ഇവിടെ മാറും, അതിനനുസരിച്ച് ഇവിടെ ഥിയും മാറും. വരുന്നത് ഒരുപാട് പേര്, ബഹുവചനമാണ്, ഒരാൾ ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരാണെങ്കിൽ എന്ത് വരും? ഥേ വരും. അപ്പൊ ഇവിടെ എന്ത് വരും? ആയേ ഥേ എന്ന് വരും. സിമ്പിൾ അല്ലേ? ഇത് എപ്പോഴാണ് പ്രയോഗിക്കേണ്ടത്? പ്രവൃത്തി രണ്ടക്ഷരം വരുമ്പോഴാണ്. നമ്മൾ പറഞ്ഞു പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. ഒന്ന് രണ്ടക്ഷരത്തിന്റെ പ്രവൃത്തികളും, രണ്ടാമത്തെ രണ്ടിൽ കൂടുതൽ അക്ഷരത്തിന്. നമ്മൾ പഠിക്കുന്നത് രണ്ടക്ഷരത്തിന്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. അതിനുശേഷം നമുക്ക് മൂന്നക്ഷരത്തിന്റെ ഭൂതം, ഭാവി, വർത്തമാനത്തിലേക്ക് കടക്കാം. രണ്ടക്ഷരത്തിന്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ആന എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് അർത്ഥം വരുന്നത്. അതിന്റെ ഭൂതകാലം രണ്ടർത്ഥം വരുന്നതിന് എന്തൊക്കെയാണ്? വന്നു. ഇപ്പൊ രാജു വന്നു എന്നുള്ളത് എഴുതാന്, അല്ലെങ്കിൽ അദ്ദേഹം വന്നു, അല്ലെങ്കിൽ അദ്ദേഹം വന്നിരുന്നു എന്നൊക്കെ നമുക്ക് എഴുതാന് ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റും. നമ്മൾ ചെയ്ത എന്താണ്? അക്ഷരങ്ങളുടെ എണ്ണം പരിശോധിച്ചു, എന്നിട്ട് അതിന്റെ ഭൂതകാലം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതി. രണ്ടും എന്താണ്? ഭൂതകാലം വന്നു, വന്നിരുന്നു എന്നാണ് അതിന്റെ ഭൂതകാലം. എന്നിട്ട് അത് എങ്ങനെ നമ്മൾ മാറ്റാം എന്ന് പഠിച്ചു. എങ്ങനെയാണ്? ആന എന്നുള്ളതിന് മൈനസ് നാ മാറ്റിട്ട് യാ ചേർത്ത്, അപ്പോൾ ആയ എന്നായി. പെണ്ണാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ആയി എന്നായിരിക്കും. ബഹുവചനം അതല്ലെങ്കിൽ ഒരുപാട് പേരാണെങ്കിൽ ആയേ എന്നായിരിക്കും. അർത്ഥം വരുന്നത് വന്നു എന്നാണ്. അതിന്റെ കൂടെ വന്നിരുന്നു, ആയിരുന്നുവിന്റെ ധാതീത്തെ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്തായി മാറും? വന്നിരുന്നു എന്ന് അതിന്റെ അർത്ഥം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഈ ഒരു പോർഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒരു ഉദാഹരണം കൂടി പറയണോ? ഒരു ഉദാഹരണം കൂടി പറയാം ഞാന്. റോന, കരയുക എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇതിന്റെ ഭൂതകാലം എന്തായിരിക്കും? ഒന്ന് പറയാം, നിങ്ങൾ പറയാം. ഇതിന്റെ ഭൂതകാലം എന്തായിരിക്കും? അതിന്റെ മലയാളം പറയാം. ആദ്യം മലയാളം. കരയുക എന്നതിന്റെ ഭൂതകാലം എന്തൊക്കെയായിരിക്കും? കരയുകയായിരുന്നു. കരയുകയായിരുന്നു എന്ന് ആദ്യം കരയുകയായിരുന്നു എന്ന് നമുക്ക് എഴുതാം. കരയുകയായിരുന്നു. ഇനി ഒന്നും കൂടി ഇല്ല, ഒരു ഭൂതകാലം കൂടി ഇല്ല. എന്താണ്? രണ്ട് ഭൂതകാലം രണ്ടെണ്ണം വരും. കരയുകയായിരുന്നു എന്ന് പറയാം. കരഞ്ഞു. ഓക്കെ ഗുഡ്. കരഞ്ഞു എന്നുള്ളതിന്റെ മറ്റൊരു ഭൂതകാലം. ഇത് നമ്മൾ എങ്ങനെ മാറ്റാം? റോന എന്നുള്ള വാക്കാതെ എടുക്കാം. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇത് ഇപ്പോ പറഞ്ഞു തന്ന വെച്ചിട്ടാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? റോയ. റോ ഒന്നും കൂടി പറ, കേട്ടില്ല. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയും. റോയ കറക്റ്റ് ആണ്. റോന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലി മൈനസ് നാ മാറ്റി നമ്മൾ എന്ത് ചെയ്യാം? യാ ചേർക്കാം. അപ്പൊ എന്തായി മാറും? റോയന്റെ അർത്ഥം എന്താണ്? റോയ എന്ന് പറഞ്ഞാൽ ഏതാണ് അർത്ഥം? കരഞ്ഞു എന്നാണോ കരയുകയായിരുന്നു എന്നാണ് അർത്ഥം? അല്ലല്ല, ശ്രദ്ധിക്ക. കരഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. കരയുകയായിരുന്നു എന്ന് പറയുമ്പോ ആയിരുന്നു എന്നുള്ള അർത്ഥം വരണ്ടേ? ഇവിടെ ആയിരുന്നു വരണ്ടേ? ഇവിടെ ഥാ തീത്തെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? ഥാ തീ ഥേ എന്നിവ ചേർക്കുമ്പോഴാണല്ലോ ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വരുന്നത്.
ഇവിടെ ഥാ ധീ ഥേ ഒന്നും ഇല്ല, റോയ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കരഞ്ഞു എന്നാണ്. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഥാ ധീ ഥേ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കഴിയുമ്പോഴാണ് അത് എന്താ മാറുക? കരയുകയായിരുന്നു എന്നായി മാറുക. ഇപ്പൊ റോയ എന്നുള്ളതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാ? ഥാ ചേർത്ത് കഴിഞ്ഞാല് കരഞ്ഞിരുന്നായി. അതുപോലെ തന്നെ പെണ്ണാണെങ്കിൽ റോയി ഥി എന്നായിരിക്കും വരാ. പിന്നെ ഒരുപാട് പേര് അല്ലെങ്കിൽ ബഹുവചനാണെങ്കിൽ റോയെ എന്നായിരിക്കും വരുന്നത്. അപ്പോ റോയാന്ന് മാത്രം വരാണെങ്കിൽ കരഞ്ഞു എന്ന് ആണ് അർത്ഥം വരുന്നത്. കാരണം അവിടെ കരഞ്ഞിരുന്നു ആയിരുന്നു എന്നുള്ള അർത്ഥം അവിടെ വന്നിട്ടില്ല. ആയിരുന്നു എന്നുള്ള അർത്ഥം വരുന്ന സമയത്ത്, അതാണ് രണ്ടാമത്തെ വരുന്നതാണ് കരയുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ അവിടെ എന്തായിരിക്കും? ധാതീത്യ ഉണ്ടായിരിക്കും. അതില്ലെങ്കിൽ നമ്മൾ അവിടെ ചേർക്കണം. അപ്പോഴാണ് അതിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാനോ? ക്ലിയർ ആയോ? ഇങ്ങനെയാണെങ്കിൽ അവൻ വന്നിരുന്നു എന്ന് എങ്ങനെ പറയും? അവൻ വന്നിരുന്നു. അവൻ വന്നിരുന്നു എങ്ങനെ പറയും? അവൻ എന്നുള്ള വാക്കാദ്യം നോക്കുക. അവന് രണ്ട് വാക്ക് വരുന്നുണ്ട്. എന്താണ്? വഹ് എന്നും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഉസ് എന്നും വരുന്നുണ്ട്. ഇവിടെ അവൻ എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ ഇന്റെയോ യുടെയുള്ള അങ്ങനത്തെ ഒരു വാക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ വഹ് ഉസ് എന്നതിന് വഹ് എന്ന് ഉപയോഗിക്കണം. കാരണം അവിടെ ഒരു പ്രത്യയം കൂടി ചേർന്നിട്ടില്ല. നമ്മൾ പറഞ്ഞല്ലോ പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാ, കീ, കെ, മേ, സേ, പർ അതൊക്കെ പറഞ്ഞ പ്രത്യയങ്ങൾ, അതൊന്നും ഇതിന്റെ കൂടെ ഇല്ല. കാരണം അവൻ എന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ. അവൻ എന്ന് മാത്രം വരുന്ന സമയത്ത് വഹ് ഉപയോഗിക്കാം. വഹ് വന്നിരുന്നു, വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന വരിക. ഇനി വന്നിരുന്നു എങ്ങനെ മാറ്റാം നമുക്ക്? ആന എന്നുള്ളതിന് ആയ. ഓക്കെ, ഗുഡ്. വഹ് ആയ. അവൻ വന്നു. ഇനി ഇവിടെ ഇരുന്നോന്നില്ല, വന്നിരുന്നു. ആയിരുന്നുവിന്റെ ഇരുന്നുണ്ടല്ലോ ഇവിടെ. നമ്മൾ പറഞ്ഞല്ലോ ആയിരുന്നു എന്നുള്ളതിന്റെ ഓക്കെ, ഗുഡ്. ആയാഥ. വഹ് ആയാഥ. അതിന്റെ അർത്ഥം ഇത് വന്നത് പെണ്ണാണെങ്കിലോ? ആയിഥി. വഹ് ആ ഈ രണ്ട് പേരില് ആയി എന്ന പേരില് ആയിഥി. ഇനി വന്നത് ഒരുപാട് പേരാണെങ്കിലോ? സെന്റൻസ് എന്തായിരിക്കും? അവൻ എന്നുള്ളതിന്റെ ഇവിടെ മാറും. അവിടെ എന്തായി മാറും? വഹ് എന്നും വേ എന്നും വരും, അതുപോലെ തന്നെ ഉൻ എന്നും വരും. ഇതില് വേ ആണോ ഉന്ന വരാ? ഏതാ വരാ ഇതില്? അദ്ദേഹം വന്നിരുന്നു എന്ന് പറയുമ്പോ വേ. കാരണം എന്താണ്? അതിന്റെ കൂടെ ഒരു പ്രത്യയം വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ എന്നോ അദ്ദേഹത്തിൽ നിന്നോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വേ എന്ന് ഉപയോഗിക്കണം. വേ ആ അദ്ദേഹം വന്നിരുന്നു എന്ന്. അപ്പൊ ഈ ഭാഗം ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് അല്ലേ? ഓക്കെ. ഇനി നമ്മള് ഭൂതകാലം നമുക്ക് എന്താണെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണം? പ്രവൃത്തി ആണോ എന്ന് പരിശോധിക്കുക. രണ്ടക്ഷരമാണെങ്കിൽ നാ മാറ്റിയിട്ട് യാ ചേർക്കാൻ നമുക്ക് മനസ്സിലായി. ഇനി വർത്തമാനകാലത്തിൽ എങ്ങനെയാണ് അത് നമുക്ക് നോക്കാം. വർത്തമാനകാലം രണ്ടക്ഷരത്തിന്റെ മാത്രമാണോ പറയുന്നത്? ഇനി മൂന്നക്ഷരം വരാനുണ്ട്. വർത്തമാനകാലം. വർത്തമാനകാലത്തിൽ നമ്മളിപ്പോ ഉദാഹരണം രണ്ടക്ഷര പ്രവൃത്തി എടുത്തു. ആന. ഭൂതകാലത്തിൽ നമ്മൾ എന്താ ചെയ്തത്? നാക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? യാ ചേർത്തു. അതുപോലെ ഇതിൽ എന്ത് ചെയ്യണം? നാക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? താ ചേർക്കണം. ഇവിടെ മൈനസ് ന പ്ലസ് താ. അപ്പൊ എന്തായി മാറും ഇത്? ആത്ത. പുല്ലിംഗമാണെങ്കിൽ ആത്ത എന്ന് വരും. സ്ത്രീലിംഗമാണെങ്കിൽ ആത്തി എന്ന് വരും.
ബഹുവചനാണെങ്കിൽ ആത്തെ എന്ന് വരും. വർത്തമാനകാലത്തിൽ ആന എന്നുള്ളത് വരിക. അതിന്റെ വർത്തമാനകാലം എന്തായിരിക്കും? വരുന്നു. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് എല്ലാ പ്രവൃത്തിയുടെ മലയാളത്തിൽ നിങ്ങൾ അതിന്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ഈ 3 കാലം അറിഞ്ഞിരിക്കണം. ഭൂതകാലത്തിൽ നമ്മൾ പഠിച്ചു ഇപ്പൊ വരിക എന്നാണെങ്കിൽ വന്നു അല്ലെങ്കിൽ വന്നിരുന്നു എന്നല്ലേ. അതുപോലെ വർത്തമാന കാലത്തിലുള്ള എന്താണ്? വരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഭൂതകാലത്തിൽ 2 അർത്ഥം വരുന്നുണ്ട്, പക്ഷെ വർത്തമാനകാലത്തിൽ ഒന്നുള്ളൂ. വരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് രീതി എന്നാണ് നമ്മളിവിടെ പഠിപ്പിച്ചത്. നമ്മൾ എന്ത് ചെയ്തു? ആന എന്നുള്ള പ്രവൃത്തി, വരിക എന്നുള്ള പ്രവൃത്തി എടുത്തു, അതിൽ നാക്ക് പകരം താ ചേർത്തു. അപ്പൊ അത് ആത്ത എന്ന് വന്നു. സ്ത്രീലിംഗാണെങ്കിൽ പെണ്ണാണ് വന്നതെങ്കിൽ ആത്തി എന്ന് പറഞ്ഞു. വന്നത് ഒരുപാട് പേരാണെങ്കിൽ ആത്തേ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ ആത്തെ ഈ ഹേ കൂടി ചേർക്കണം. പ്ലസ് ഹേ. ഒരു ഹേ കൂടി ചേർത്ത് കഴിഞ്ഞാല് വന്നിരുന്നു എന്നല്ലാണ്. വന്നു പ്ലസ് ഇരുന്നു. അതായത് ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർത്തമാന കാലത്തില് ആകുന്നു, ഒന്നു എന്നുള്ള ആ ഒരു ഉച്ചാരണം വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആണ്, വരികയാണ് എന്നുള്ള വരികയാണെങ്കിൽ എന്ത് വരും? രാജു വരികയാണ് എന്ന് വരുമ്പോഴും വരികയാണ്. വരിക എന്നുള്ളതിന്റെ ആത്ത, ആണ് എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ഹേ എന്ന് വരും. രാജു വരികയാണ്, രാജു വരുന്നു എന്നൊക്കെ അർത്ഥം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ ഇത് നിങ്ങൾ ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ പറയാ, ഒന്നുകൂടി പറയാം, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവൾ കരയുന്നു എന്ന് നമ്മൾ എങ്ങനെ എഴുതും? അവൾ കരയുന്നു എന്ന് നമ്മൾ എങ്ങനെ എഴുതാം? അവൾ കരയുന്നു. കരയുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു, രോന. കരയുക എന്നുള്ളത് കഴിഞ്ഞ സെന്റൻസിൽ ഉദാഹരണം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. റോന എന്ന് പറഞ്ഞ കരയുക എന്നാണ്. അപ്പോ അവൾ കരഞ്ഞിരുന്നു എങ്ങനെ വരും? അവൾ എന്നതിന്റെ മീനിങ് എന്താണ്? അവൾ അവൾ എന്ന് പറയുന്ന ആ വാക്കിന്റെ ഹിന്ദി അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? വഹ്. 2 വാക്കുണ്ടാക്കിയാണ്. വഹ് എന്നുണ്ട്, ഉസ് എന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യയം വന്നിട്ടില്ല. അവളുടെ എന്നോ അല്ലെങ്കിൽ അവളിൽ എന്നോ ഒന്നും വരാത്തത്, പ്രത്യയങ്ങൾ വരാത്തത് കൊണ്ട് എന്ത് ചെയ്യാ? വഹ് നമ്മൾ ഉപയോഗിക്കാം. വഹ്. കരയുക എന്ന് പറഞ്ഞാൽ രോന. കരയുന്നു, കരയുന്നു എന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇവിടെ കരയുന്നു ഏത് കാലമാണ് എന്ന് മനസ്സിലാക്കണം. കരയുന്നു, ഉന്നു എന്നുമ്പോൾ ഉന്നു എന്നുള്ള ഉച്ചാരണത്തിൽ അവസാനിക്കുന്നു. ആകുന്നു, ഉന്നു എന്നുള്ള ഉച്ചാരണത്തിൽ അവസാനിക്കുന്നത് തന്നെ ഇതെന്താണ്? വർത്തമാന കാലാണെന്ന് മനസ്സിലാക്കാം. വർത്തമാന കാലത്തിന്റെ നിയമം എന്താണ്? നാ മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യാ? താ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? റോത്തി. ഇതാണ് റോത്ത എന്നാണോ റോത്തി എന്നാണോ? റോത്തി. കാരണം എന്താണ്? ആ കരയുന്നത് അവളാണ്. കരയുന്നത് അവളാണ്. അവളൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? റോത്തി എന്നായിരിക്കും വരുന്നത്. വഹ് റോത്തി. അതിന്റെ കൂടെ എന്തും കൂടി ചേർക്കണം? ഉന്നു എന്ന് വന്നല്ലോ, ആകുന്നു എന്ന് വന്നതുകൊണ്ട് തന്നെ ഹേ കൂടി ചേർക്കണം. അതിന്റെ അർത്ഥം മുഴുവനായി എന്താണ്? വഹ് റോത്തി ഹേ, അവൾ കരയുന്നു എന്നുള്ള അർത്ഥം മുഴുവനായി. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? കുട്ടികളെ ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ കുറച്ച് 2 അക്ഷരമുള്ള പ്രവർത്തികൾ എഴുതി തരുന്നുണ്ട്.
അതൊന്ന് എന്റെ കൂടെ തന്നെ പെട്ടെന്ന് എഴുതിയെടുക്കുക. അതെന്താന്നുള്ളത് പെട്ടെന്നൊന്ന് എഴുതിയെടുക്കുക. ഇപ്പൊ നമ്മള് ആന എന്നുള്ളത് പറഞ്ഞു. വരിക, ആന വരിക. ജാന പോവുക. ഖാന തിന്നുക. അതുപോലെ തന്നെ പീന കുടിക്കുക. പെട്ടെന്ന് എന്റെ കൂടെ തന്നെ പെട്ടെന്ന് എഴുതിയെടുക്കുക. അതിന് ശേഷം ക്ലാസ് കഴിഞ്ഞ ശേഷം റെക്കോർഡ് കേട്ടതിന് ശേഷം ഒന്നും കൂടി ക്ലിയർ ആക്കാം. പീന കുടിക്കുക. ഗാന പാടുക. ഗാന പാടുക. പിന്നെ വേറെന്താ വരുന്നത്? റോന കരയുക. ആന, ജാന, ഖാന, പീന, ഗാന, റോന, സോന ഉറങ്ങുക. ഇതൊന്ന് പെട്ടെന്ന് എഴുതിയിരിക്കുക. ഇത് രണ്ടക്ഷരമുള്ള പ്രവർത്തികളാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പ്രവൃത്തിയുടെയും ഭൂതകാലം അതുപോലെ തന്നെ വർത്തമാനകാലം നിങ്ങൾ എന്ത് ചെയ്യണം? വേർതിരിച്ച് നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കണം. ആ നിയമങ്ങൾ രണ്ട് ഇതിലായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ആന ആദ്യത്തേത് വരിക എന്നുള്ളത്. ജാന പോവുക. ആന തിന്നുക. പീന കുടിക്കുക. ഗാന പാടുക. റോന കരയുക. സോന ഉറങ്ങുക. അങ്ങനെ നമ്മുടെ ഒരു 2, 4, 6, 7 രണ്ട് അക്ഷരമുള്ള പ്രവർത്തികൾ എഴുതി തന്നിട്ടുണ്ട്. ഈ പ്രവർത്തികൾ ഇത് നിങ്ങൾ എന്തായാലും കാണാൻ പഠിച്ചിരിക്കണം. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭൂതകാലത്തിലേക്കും അതുപോലെ തന്നെ വർത്തമാന കാലത്തിലേക്കും നിങ്ങൾക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഇത് ഈ എഴുതിയെടുത്തിട്ടുള്ള ഭാഗം എന്ത് ചെയ്യണം? നിങ്ങളെ കയ്യിൽ തന്നെ വെക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഭൂതകാലം പഠിച്ചു, വർത്തമാനകാലം പഠിച്ചു. അപ്പൊ ഇതിന്റെയൊക്കെ വർത്തമാനകാലത്തിന്റെ ഭൂതകാലത്തിന്റെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളം അറിഞ്ഞിരിക്കണം. വരിക എന്നുള്ളതിന്റെ ഭൂതകാലാണ് വന്നു, അതുപോലെ തന്നെ വന്നിരുന്നു. ഇതൊന്ന് നിങ്ങൾ എഴുതിയെടുക്കുക. വന്നു അല്ലെങ്കിൽ വന്നിരുന്നു എന്നുള്ളത് പറഞ്ഞാൽ വരികന്റെ ഭൂതകാലാണ്. പോവുക എന്നുള്ളതിന്റെ ഭൂതകാലം എന്താണ്? ഭൂതകാലം പോവുക എന്നുള്ളതിന്റെ ഭൂതകാലം പോയി. അതുപോലെ തന്നെ വേറെ എന്താണ്? ഒന്നുകൂടി ഇല്ലേ? പോയിരുന്നു. പോയിരുന്നു. ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി മൂന്നാമത്തേത് പിന്നെ വരിക, പോവുക, ഖാന തിന്നുക എന്നല്ലേ? തിന്നുക എന്നിന്റെ ഭൂതകാലം എന്തായിരിക്കും? തിന്നു. പിന്നെ തിന്നിരുന്നു. അടുത്തത് കുടിക്കുക. കുടിക്കുക എന്തായിരിക്കും? കുടിച്ചിരുന്നു. അടുത്ത അഞ്ചാമത്തേത് ഗാന പാടുക. എന്തായിരിക്കും? പാടി അല്ലെങ്കിൽ
പാടിയിരുന്നു. ഓക്കെ, ഗുഡ്. ആറാമത്തത് കരയുക. എന്തായിരിക്കും? കരഞ്ഞു. കരഞ്ഞു. കരഞ്ഞു അല്ലെങ്കിൽ കരഞ്ഞിരുന്നു. കരഞ്ഞിരുന്നു. പിന്നെ ഏഴാമത്തത് ഉറങ്ങുക. അതിന് ഭൂതകാലം എന്താണ്? ഉറങ്ങുക എന്നതിന്റെ ഭൂതകാലം എന്താണ്? ഉറങ്ങി. ഉറങ്ങി. ഉറങ്ങി അല്ലെങ്കിൽ ഒന്നും കൂടി ഇല്ലേ? ഉറങ്ങിയിരുന്നു. 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 ഇതൊന്ന് പെട്ടെന്ന് നിന്ന് നോട്ട് ചെയ്ത് വെക്കണം, എഴുതി വെക്കുക അറിയാത്തവരുണ്ടെങ്കിൽ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ്. ഭൂതകാലം. അതായത് ബ്രാക്കറ്റിൽ കഴിഞ്ഞു പോയ കാലം. ഭൂതകാലം അതായത് ബ്രാക്കറ്റിൽ കഴിഞ്ഞു പോയ കാലം. ഭൂതകാലത്തിൽ നമ്മൾ രണ്ടക്ഷരമായിട്ടുള്ള ഒരു 7 പ്രവൃത്തികൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതാണ് ബോർഡിനുള്ളത്. ഇതിന്റെയൊക്കെ ഹിന്ദി നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വരിക എന്നുള്ളതിന്റെ ഹിന്ദി എന്താണ്? ആന എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വന്നു എന്നിലാക്കൽ എങ്ങനെയാണ്? ആനാലില് നാ മാറ്റിയിട്ട് നാക്ക് പകരം ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ശ്രദ്ധിക്കുക. ആന വന്നു എന്നുള്ളതിന്റെ എന്തായി മാറും? ആയ എന്നായി മാറും. ഇത് വന്നിരുന്നു എന്നാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ ആത്തീത്തെ ചേർത്താൽ മതി. ആയാത്ത. ആൺകുട്ടിയാണ് ആയാത്ത, പെൺകുട്ടിയാണ് ആയിത്തി, ബഹുജനാണെങ്കിൽ ആയത്തെ. ഓക്കെ, ഇത് എഴുതിയെടുത്തോ നിങ്ങള്? ഒന്ന് പെട്ടെന്ന് എഴുതിയെടുക്കാം. എഴുതിയോ? ഒന്നാമത്തത് വരിക. വരികന്റെ ഭൂതകാലം വന്നു, അതുപോലെ തന്നെ വന്നിരുന്നു. രണ്ടാമത്തത് പോവുക, അതിന്റെ ഭൂതകാലം പോയി, പോയിരുന്നു. മൂന്നാമത്തത് തിന്നുക, അതിന്റെ ഭൂതകാലം തിന്നു അല്ലെങ്കിൽ തിന്നിരുന്നു. നാലാമത്തെ കുടിക്കുക, അതിന്റെ കുടിച്ചു അല്ലെങ്കിൽ കുടിച്ചിരുന്നു. അഞ്ചാമത്തത് പാടുക, അതിന്റെ ഭൂതകാലം പാടി അല്ലെങ്കിൽ പാടിയിരുന്നു. ആറാമത്തത് കരയുക, അതിന്റെ ഭൂതകാലം കരഞ്ഞു അല്ലെങ്കിൽ കരഞ്ഞിരുന്നു. ഏഴാമത്തത് ഉറങ്ങുക, അതിന്റെ ഭൂതകാലം ഉറങ്ങി അല്ലെങ്കിൽ ഉറങ്ങിയിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂതകാലം 2 എണ്ണം വരുന്നുണ്ട്. എഴുതിയെടുത്തു എല്ലാവരും? എല്ലാവരും ഇത് മായ്ക്കട്ടെ കേട്ടോ. അതിന് നമ്മള് ആന എന്നുള്ളതിന്റെ ഇത് പറഞ്ഞു തന്നു. ഇനി പോവുക എന്നുള്ളതിന് ചില വ്യത്യാസമുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കുക. ഹിന്ദിയില് ജാന എന്ന് പറഞ്ഞാൽ പോവുക. അപ്പൊ ഇവിടെ നമ്മളെ നിയമം വെച്ച് ശരിക്കും വരുന്നത് ജായ എന്നാണ് വരുന്നത്. പക്ഷെ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ നമ്മൾ ഗോ എന്ന് പറഞ്ഞാല് പോവുക എന്നുള്ള അർത്ഥം. ജാന എന്നുള്ളത് ഗയ ആയി മാറിയത് എങ്ങനെയാണ്?
ഇംഗ്ലീഷിൽ നമ്മള് ഗോ എന്നുള്ളതിന്റെ ഭൂതകാലം വരുന്നത് എന്താണ്? വെന്റ് എന്നാണ്. ഇവിടെ ജിയിൽ തുടങ്ങി, പക്ഷെ ഇവിടെ ഡബ്ല്യൂലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം എന്തിലുണ്ട്? ഹിന്ദിയിലുണ്ട്. ഹിന്ദിയിൽ ജാന എന്നുള്ളത് വെച്ച് ജാവയിൽ ഒരു അക്ഷരം തുടങ്ങി, പക്ഷെ ഭൂതകാലത്തിലേക്ക് വരുമ്പോൾ എന്തായി മാറും? ഗയ എന്നായി മാറും. ഇത് ഈ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ ചേഞ്ച്, ബാക്കിയെല്ലാം ഒരുപോലെയാണ്. അപ്പോ ജാന എന്നുള്ളത് ഭൂതകാലത്തിലേക്ക് വരുമ്പോ ഗയ, ജാ എന്നുള്ളത് ഗ ആയിട്ട് മാറും. ഈ ഒരൊറ്റ വാക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഗയ, ഗൈ, ഗൈ എന്നുള്ള മൂന്ന് വാക്കുകൾ. അതിന്റെ കൂടെ അതിന്റെ അർത്ഥം എന്താ വരുന്നത്? ഗയ, ഗൈ, ഗൈ മൂന്നിന്റെ അർത്ഥം പോയി എന്നാണ്. പോയത് ആൺകുട്ടിയാണെങ്കിൽ ഗയ എന്നും, പോയത് പെൺകുട്ടിയാണെങ്കിൽ ഗൈ എന്നും, പോയത് ഒരുപാട് പേര് അല്ലെങ്കിൽ ബഹുവചനമാണെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണെങ്കിൽ ഗയ എന്നുമാണ്. അതാണ് ഇവിടെ എഴുതിയത്. അതിന്റെ കൂടെ ഈ ഗയ ഥ, പോയത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ഗയ ഥ എന്ന് ചേർക്കണം. ഏതർത്ഥം വരാൻ വേണ്ടി? പോയിരുന്നു എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ട് ആയിരുന്നു എന്നുള്ളതിന്റെ ഹാതീഥയാണ് ഇവിടെ വരുന്നത്. ഹാതീഥെ ആയിരുന്നു എന്നുള്ളതിന്റെ. അപ്പോ പോയിരുന്നു എന്നുള്ളത് ആൺകുട്ടിയാണെങ്കിൽ ഗയാ ഥ എന്നും, പോയിരുന്നു അത് പോയിരുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഗൈ ഥി എന്നും, പോയിരുന്നത് ബഹുമാനിക്കപ്പെടുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരുപാട് പേരോ ബഹുവചനമുള്ള ഒരുപാട് ആൾക്കാരാണെങ്കിൽ ഗയെ ഥേ എന്നും വരും. ഈ ഭാഗം ക്ലിയർ ആയോ? ഓക്കെ. നമ്മള് ആനന്റെ അതിന്റെ ഉദാഹരണം പറഞ്ഞ ഭൂതകാലം, അതുപോലെ തന്നെ ജാന പോവുക എന്നും പറഞ്ഞു. അടുത്ത ഖാന എന്നുള്ളതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിലോ, ഖാന ഇതൊക്കെ സെയിം തന്നെയാണ്. എന്ത് ചെയ്യണം? നാ മാറ്റിയിട്ട് താ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മള് നാ മാറ്റ എന്നിട്ട് പ്ലസ് എന്ത് ചെയ്യാ? യാ ചേർത്ത് കൊടുക്കാം. യാ ചേർത്ത് എന്താ ഇത്? ഖ യാ എന്നായി മാറും. ഖായ, ഖായി, അതുപോലെ തന്നെ ഖായ്. തിന്നത് എന്താ ചെയ്തത്? നമ്മള് നാ മാറ്റിയിട്ട് യാ ചേർത്തു. അപ്പൊ ഇവിടെ ഖാന എന്നുള്ളത് ഖായ എന്നായി മാറി. ആ തിന്നത് ആൺകുട്ടിയാണെങ്കിൽ ഖായ എന്നും, തിന്നത് പെൺകുട്ടിയാണെങ്കിൽ ഖായി എന്നും, തിന്നത് ഒരുപാട് പേരാണെങ്കിൽ ഖായ എന്നുമാണ്. ഇത് തിന്നുക എന്നുള്ളത് എന്തായി? തിന്നു എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് തിന്നിരുന്നു എന്നെങ്ങനെ ആക്കാം? ഈ ഖായ എന്നുള്ള വാക്ക് എടുത്തിട്ട് അത് തിന്ന ആള് ഒരാൺകുട്ടിയാണെങ്കിൽ ഖായ ഥ. ഖായ എന്ന് പറഞ്ഞാൽ എന്തായാലും താന്ന് വരും. കാരണം എന്താണ്? യാല് തിന്ന ആള് ആൺകുട്ടിയാണ് നമുക്ക് മനസ്സിലാവും. അവസാനം യാലാണ് ഇവിടെ ആ എന്നുള്ള ഉച്ചാരണത്തിൽ അവസാനിക്കുന്നത്. ഖായ ഥ. തിന്നത് പെൺകുട്ടിയാണെങ്കിൽ ഖായി ഥി, തിന്നിരുന്നു. ഖായ് അടുത്ത മൂന്നാമത്തത് ബഹുവചനം അല്ലെങ്കിൽ ഒരുപാട് പേരാണെങ്കിൽ ഖായേ ഥേ. ഈ ഭാഗം ക്ലിയർ ആയോ നിങ്ങൾക്ക്? മൂന്നാമത്തെ പ്രവൃത്തിയുടെ ഓക്കെ. ഇത് ജസ്റ്റ് ഇത് എന്താ ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയിരിക്കണം, എന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഖാന എന്നായി, തിന്നുക തിന്നായി. പിന്നെ അടുത്ത പീന. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ക്ലാസ്സിന്റെ നോട്ടിൽ എഴുതിയിരിക്കണം. പീന നിയമം എന്താണ്? പീന എന്ന് പറഞ്ഞാൽ കുടിക്കുക. അതിൽ നമ്മള് നാ മാറ്റി പകരം യാ ചേർത്തു. അപ്പൊ എന്തായിരിക്കും? പീന എന്നുള്ളത് പിയ എന്നായി മാറും. പിയ, പി, പിയെ. എന്താണ്? കുടിച്ചു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. കുടിക്കുക എന്നുള്ളത് നമ്മൾ നാ മാറ്റി യാ ചേർത്ത്, അപ്പൊ പിയ എന്നായി മാറിയപ്പോ അത് കുടിച്ചു എന്നുള്ള അർത്ഥമായി. ഇനി കുടിച്ചിരുന്നു എന്നെങ്ങനെ ആക്കാം? കുടിച്ചിരുന്നു എന്നാക്കാൻ വേണ്ടിയിട്ട് പിയ എന്നുള്ളതിന്റെ പിയ ഹ, അത് അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ പി ഥി, ബഹുവചനാണെങ്കിൽ പിയേ ഥേ. ഇതുപോലെ തന്നെ. ഓക്കെ, ഇതും ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി അടുത്ത പ്രവൃത്തിയുടെ എന്താണ്? നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ എല്ലാവരും പറയണം, ഇതിൽ ആൻസർ പറയണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഖാന പീന ഗ. ഇനി ഗാന എന്ന് വരാണെങ്കിൽ ഗാനാന്റെ ഹിന്ദി അർത്ഥം എന്താണ് വരുന്നത്? ഗാന പാടുക. അതിന്റെ ഭൂതകാലം എന്തായിരിക്കും?
പാടി. ഓക്കെ, പാടി എങ്ങനെയാക്കാം? നാ മാറ്റിയിട്ട് അവിടെ യാ ചേർക്കാം. ഗായ. മൈനസ് നാ ഗായ എന്തായി മാറും? ഗായ. ഗായ. Okay. ഗായ. പെണ്ണാണെങ്കിൽ ഗായി ഗായി. ബഹുവചനാണെങ്കിലോ, അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്നവരാണെങ്കിലോ ഗായെ. Okay. ഇനി ഇത് പാടുക, ഇത് പാടി എന്നാണ്. ഇനി പാടിയിരുന്നു എങ്ങനെ ആക്കാം? ഗായാദ ഗായാഥ. ഓക്കെ, ഗുഡ്. യാ. അതിന്റെ കൂടെ പാടിയത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ഗായാഥ. പെണ്ണാണെങ്കിലോ ഗായിധി ഗായിധി. ബഹുവചനാണെങ്കിലോ, ബഹുമാനിക്കപ്പെടുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരുപാട് പേരാണെങ്കിലോ ഗായതേ ഗായിധി. ഓക്കെ, ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗം ക്ലിയർ ആയി, ഭൂതകാലത്തിന്റെ ക്ലിയർ ആയി. ഇനി വർത്തമാനകാലത്തിന് എന്ത് ചെയ്യുന്നു? വർത്തമാനകാലത്തിന് നിയമം എന്ത് ചെയ്യുന്നു? വർത്തമാനകാലം അതിന്റെ നിയമം എന്തായിരുന്നു? ആന എന്നുള്ള ആനയില് എന്ത് ചെയ്യണം? ആന എന്നുള്ളതിന്റെ നാ പോയിട്ടിന് ശേഷം എന്ത് ചെയ്യണം? എന്ത് ചേർക്കണം? താ ചേർക്കണം അല്ലേ? അപ്പൊ എന്തായി മാറും? ആത്ത. ആത്ത. അതിന്റെ കൂടെ എന്തും കൂടി ചേർക്കണം? ഹേ എന്നും കൂടി ചേർക്കണം. ആത്ത ഹേ. പെണ്ണാണെങ്കിൽ ആത്തി ഹേ. അത് ബഹുവചനാണെങ്കിൽ ആത്തേ ഹേ. വരുന്നു. വരുന്ന ആള് ആൺകുട്ടിയാണെങ്കിൽ ആത്താ ഹേ എന്ന്, വരുന്നത് പെൺകുട്ടിയാണെങ്കിൽ ആത്തി ഹേ എന്ന്, വരുന്നത് ഒരുപാട് പേര് അല്ലെങ്കിൽ ബഹുവചനമാണെങ്കിൽ ആത്തേ ഹേ എന്നും പറയും. ഇതിലൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. ഭൂതകാലത്ത് രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ഇതിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്താണ്? വരിക എന്നുള്ളത്, വന്നു എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാ? വർത്തമാനകാലത്തിന്റെ ലിസ്റ്റ് ഇതുപോലെ റെഡിയാക്കണം. ആന വരിക. വരിക എന്നുള്ളതിന്റെ വർത്തമാനകാലം വരുന്നു. വരുന്നു. ഓക്കെ, ഗുഡ്. വരുന്നു. പിന്നെ പോവുക എന്നുള്ളതിന്റെ വർത്തമാനകാലം പോകുന്നു. പോകുന്നു. ഇനി തിന്നുക എന്നുള്ളതിന്റെ വർത്തമാനകാലം ഖാന, തിന്നുക. തിന്നുന്നു. തിന്നുന്നു. ഇതൊക്കെ ഒന്ന് എഴുതിയേക്കാം. മാറിപ്പോകും, അതുകൊണ്ടാണ് എഴുതിയേക്കാൻ പറയുന്നത്. അടുത്തത് കുടിക്കുക. പീന, കുടിക്കുക. എന്റെ വർത്തമാനകാലം കുടിക്കുന്നു. കുടിക്കുന്നു. അടുത്തത് സോന, ഉറങ്ങുക. എന്റെ വർത്തമാനകാലം വർത്തമാനകാലം എന്താണ്? ഉറങ്ങുന്നു. അടുത്തെന്താ? റോന, കരയുക. അതിന്റെ വർത്തമാനകാലം കരയുന്നു. കരയുന്നു. ഇതൊന്ന് വിട്ടുപോയത് ഏതാണ്? ആന, ജാന, ഖാന, പീന, സോന, റോന. വേറെ ഇതൊന്ന് വിട്ടുപോയത്? ഗാന. ജാന. ഗാന, പാടുക. ഗാന, പാടുക. എന്താണ്? പാടുന്നു. പാടുന്നു. ജാന. ജാന നമ്മൾ എഴുതി ഇവിടെ. പോവുക. എന്താ പറയാ? ജാന, പോവുക. ആന, വരിക. ഇതൊന്ന് പെട്ടെന്ന് ഭൂതകാലത്തിന്റെ ചാർട്ട് ഒന്ന് പെട്ടെന്ന് എഴുതിയെടുക്കാം.
എഴുതിയെടുത്തോ? കുട്ടികളെ ആന വരിക, അതിന്റെ വർത്തമാനകാലം വരുന്നു. ജാന പോവുക, അതിന്റെ വർത്തമാനകാലം പോകുന്നു. ഖാന തിന്നുക, അതിന്റെ വർത്തമാനകാലം തിന്നുന്നു. ഇവിടെ തിന്നുന്നു എന്നാക്കാണ്ട്. പിന്നെ പീന കുടിക്കുക, അതിന്റെ വർത്തമാനകാലം കുടിക്കുന്നു. സോന ഉറങ്ങുക, അതിന്റെ വർത്തമാനകാലം ഉറങ്ങുന്നു. റോന കരയുക, അതിന്റെ വർത്തമാനകാലം കരയുന്നു. ഗാന പാടുക, അതിന്റെ വർത്തമാനകാലം പാടുന്നു. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രവൃത്തികളൊക്കെ പഠിച്ചു വെക്കണം. എന്നിരുന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാമർ കുറച്ചും കൂടി എളുപ്പമാവുള്ളൂ. അതിന്റെ വർത്തമാനകാലത്തിൽ വരുമ്പോ ആന നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ജാന എന്നാണെങ്കിലോ വർത്തമാനകാലത്തിൽ എന്തായിരിക്കും? പോവുക എന്നുള്ളത് വർത്തമാനകാലത്തിലേക്ക് വരുമ്പോ എന്തായി മാറും? അത് പോകുന്നു എന്നായി മാറും. അത് ഹിന്ദിയിൽ എങ്ങനെ ആക്കാം? ജാന മൈനസ് സമം എന്തായും? ജാന എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഗോ എങ്ങനെയാണോ വെന്റായി മാറുന്നത് പോലെ ഈ ജാ എന്നുള്ളത് എന്തായി മാറും? ഗ എന്നായി മാറും. അപ്പോ ഗയ, ഗയ എന്റെ കൂടെ ഹേ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഇതില് ജാനന്റെ കാര്യത്തിൽ മാത്രമേ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ജാന എന്നുള്ളത് നമ്മൾ നാം മാറ്റിയിട്ട് യാ ചേർക്കണം. ഈ ഒരു നിയമം ഇല്ലേ ഇവിടെ, അത് മാത്രമേ ചെറിയ വ്യത്യാസം ഈ ജാനന്റെ കാര്യത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പൊ നമ്മൾ എന്താണ്? ജാന എന്നുള്ളത് ഗയ എന്നായി മാറും, ഗയാഹെ എന്നായി മാറും. പോയത് പെണ്ണാണെങ്കിൽ ഗൈഹെ എന്നായി മാറും. ജാന എന്നുള്ളത് ഗയാഹെ എന്നും, പോയതൊരു പെണ്ണാണെങ്കിൽ ഗൈ ഹെ എന്നും, പോയത് ഒരുപാട് പേരാണെങ്കിൽ ഗയേഹെ എന്നും വരും. ജാന പോവുക എന്നുള്ളതിന്റെ അർത്ഥം വരും. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നീ സംശയം ഞാൻ ചോദിച്ചോളൂ. അപ്പൊ അതിനെ തീർത്തോളൂ. ഇനി ആന, ജാന, ഖാന. ഖാന എന്ന് വരുമ്പോ എങ്ങനെയായിരിക്കും? ഖാന തിന്നുക. ഖാത്ത, ഖാത്ത ഹേ കൂടി വരൂട്ടാ. ഖാത്ത ഹേ. പെണ്ണാണെങ്കിൽ ഗാത്തി ഹേ. ബഹുവചനാണെങ്കിൽ ഖാത്തേ ഹേ. ഓക്കെ, അപ്പൊ തിന്നുക എന്നുള്ളതിന്റെ എന്തായി? തിന്നുന്നു എന്നുള്ള അർത്ഥം വരുന്നത് എങ്ങനെയാണെന്നല്ലേ? ഇതും ക്ലിയർ അല്ലേ? ഈ ഭാഗം ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പീന എഴുതിയെടുക്കണം. സ്വന്തമായിട്ട് എഴുതിയെടുക്കുക. ക്ലാസ് കഴിഞ്ഞ ശേഷം സ്വന്തമായിട്ട് പീന എഴുതിയെടുക്കുക. അതുപോലെ തന്നെ എന്താ? റോന എന്നുണ്ട്, അതിന്റെ വർത്തമാനകാലം എഴുതിയെടുക്കുക. പിന്നെന്താണ്? ഗാന ഉണ്ട്, പാടുക എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വേർഡും കൂടെ, ഒന്നും കൂടി ഒരു വേർഡും കൂടെ ചേർക്കുന്നത് ധോന, അലക്കുക. ഇതും കൂടെ അതിൽ ആഡ് ചെയ്യാം. അലക്കുക, ധോന, അലക്കുക. ആ ചാർട്ടിൽ വർത്തമാനത്തിന്റെയും ഭൂതകാലത്തിന്റെയും ചാർട്ടിൽ എന്ത് ചെയ്യുക? ഈ ധോന എന്നുള്ളത് ഒന്നും കൂടി ആഡ് ചെയ്യുക. ധോന എന്ന് പറഞ്ഞാൽ അലക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ധോന എന്ന് പറഞ്ഞാൽ അലക്കുക എന്നുള്ളത്. എഴുതിയെടുത്തോ? ധോന എന്ന് പറഞ്ഞ അലക്കുക. ഇതെല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി കുറച്ച് സെന്റൻസ് നിങ്ങൾക്ക് എഴുതി തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹിന്ദിയിലാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്ക്. അവൻ വന്നു. അവൻ വന്നു എന്നെങ്ങനെ പറയും? അവൻ വന്നു എന്ന് നമ്മൾ എങ്ങനെ പറയാം?
വഹ് ആയ എന്നൊരു ആൻസർ വന്നിട്ടുണ്ട്. വഹ് ആയ കറക്റ്റ് ആണോ എന്ന് പരിശോധിച്ച് നോക്കാം. അവൻ എന്നതിന് രണ്ട് വാക്കുണ്ട്. ഏതൊക്കെയാണ്? വഹ് എന്നുണ്ട്, ഉസ് എന്നുണ്ട്. അതിൽ ഇവിടെ പ്രത്യയങ്ങൾ അവന്റെ, അവനിൽ അങ്ങനെയുള്ള പ്രത്യയങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വഹ് എന്ന് ഉപയോഗിക്കണം. വഹ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. അടുത്തത് വന്നു. വന്നുക എന്നുള്ള വരിക എന്നുള്ളതിന്റെ ഹിന്ദി എന്ന് പറഞ്ഞാല് ആന വരിക. അപ്പൊ വന്നു എന്ന് പറയുമ്പോ ഭൂതകാലമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. വന്നു എന്ന് പറയുമ്പോൾ ഭൂതകാലം എന്ന് മനസ്സിലാക്കുക. ഭൂതകാലത്തിന്റെ നിയമം എന്താണ്? നാ മാറ്റി യാ ചേർക്കാം. അപ്പൊ എന്തായി മാറും? ആയ എന്നായിരിക്കും വരിക. അപ്പൊ വഹ് ആയ എന്ന് പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ആൻസർ പറഞ്ഞ ആൾക്ക് അഭിനന്ദനങ്ങൾ. ഇനി അവർ പോയി എന്നെങ്ങനെ പറയും? പോയിരുന്നു എങ്ങനെ പറയും? അവർ പോയിരുന്നു. അവർ പോയിരുന്നു എന്നെങ്ങനെ പറയും? वे गए थे. വേ ഗയേ ഥേ. ആൻസർ കറക്റ്റ് ആണ് നോക്കാം. വേ ഗയേ ഥേ കറക്റ്റ് ആണ് നോക്കാം. അവർ എന്ന് പറഞ്ഞ രണ്ടർത്ഥം വരുന്നത് എന്തൊക്കെയാണ്? അവർ എന്നുള്ളതിന്റെ വേ എന്നുണ്ട്, അതുപോലെ തന്നെ ഉൻ എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. വേ ഉണ്ട്, ഉന്നുണ്ട്. ഇതില് പ്രത്യയങ്ങൾ അവന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ പ്രത്യയം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേ യൂസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ പോവുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ജാന എന്നുള്ളതാണ്. അതിന് നമ്മൾ പറഞ്ഞു ഭൂതകാലം ഗയ, ഗൈ, ഗയ, ഗൈ, ഗൈ. ഇതാണ് എന്റെ 3 ഭൂതകാല രൂപം വരുന്നത്. അപ്പോ ഇതില് ബഹുവചനം ഈ പറയുന്നത് അവർ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ബഹുമാനിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഗയ യൂസ് ചെയ്യണം. ഗയെ. ഇനി ഇരുന്നു, പോയിരുന്നു എന്നല്ല, ആയിരുന്നു എന്നുള്ള അർത്ഥം ഇവിടെ പറഞ്ഞു. ഇരുന്നു എന്നല്ല, കാരണം നമ്മള് ഥേയൊന്നും ചെയ്തു. അപ്പൊ വേ ഗയത്തെ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. വീണ്ടും അഭിനന്ദനങ്ങൾ. ഇനി അവൾ പോകുന്നു എന്നെങ്ങനെ പറയും? അവൾ പോകുന്നു. എങ്ങനെ പറയും? അവൾ പോകുന്നു. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാ? അവൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കാം. വഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ, അവൾ, അവൾ അത് എന്നർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ, അവൾ അത് എന്നർത്ഥം വരുന്നു. പക്ഷെ ഇവിടെ അവളുടെ അല്ലെങ്കിൽ അവളിൽ അങ്ങനെയുള്ള പ്രത്യയങ്ങളൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? വഹ് യൂസ് ചെയ്യണം. പോവുക എന്നുള്ളതിന്റെ ജാന എന്നാണ്. ഇതിന്റെ പോകുന്നു. അപ്പൊ അതിന്റെ ഏത് കാലമാണ്? ഉന്നു എന്ന് വന്നു. ഉന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഏത് കാലത്തിലാണ് വരുന്നത്? വർത്തമാന കാലത്തിൽ. അപ്പോ വർത്തമാന കാലത്തിൽ എന്താണ്? ഗയാ ഹേ. ആകുന്നു എന്നുള്ള അർത്ഥം വരുന്ന ഹേ ചേർക്കണം. ഗൈ ഹേ. അടുത്തത് ഗയേ ഹേ. 3. ഇതില് പോകുന്ന ആള് പെണ്ണാണ്. അതുകൊണ്ട് എന്താണ്? രണ്ടാമത്തേത് ആയിട്ടുള്ള ഗൈ എന്നാണ്. വഹ് ഗൈ ഹേ. അവള് പോകുന്നു. ഓക്കെ, ക്ലിയർ ആയോ? Okay, sir. Okay, sir. ഓക്കെ.